നമസ്തേ. ഇസ്ലാമികവൽക്കരണത്തിന് കളമൊരുക്കാൻ മതേതര കേരളത്തിൽ ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മുകൾ വരുന്നു. സംസ്ഥാനത്ത് ശരിയത്ത് നിയമം അടിസ്ഥാനമാക്കിയുള്ള ജിമ്മുകളായി എത്തുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന പേരിലാണ് ഇവരുടെ പുതിയ നീക്കം. പാലക്കാട് പുതുനഗരത്താണ് ഇത്തരത്തിൽ ഇസ്ലാം ഫ്രണ്ട്ലി ജിം സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് ഫ്രണ്ട്ലിയായ ജിമ്മാണ് ഇതെന്നാണ് ഉടമ പറയുന്നത്. 15 വർഷമായി പ്രവർത്തിക്കുന്ന ജിമ്മാണ് ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മാക്കി മാറ്റുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ പറയുന്നു. ജിമ്മിന്റെ ഉടമയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം ഫ്രണ്ട്ലി ജിം സ്ഥാപിക്കുന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം ഓപ്പൺ ആവാൻ പോവാണ്. ഏകദേശം പണികളൊക്കെ കഴിയാനായി. അപ്പം കുറെ പേര് എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പുതുനഗരം എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതുനഗരം കേൾക്കുമ്പോൾ തന്നെ പുതുനഗരം പ്രദേശത്തുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും, എത്രയും ജിമ്മുള്ള സ്ഥലത്ത് ഇനിയും ഒരു ജിമ്മോ? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പുതിയൊരു ജിമ്മല്ല, പഴയ ജിം തന്നെയാണ്. 15 വർഷമായിട്ട് കൂട്ടാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ജിമ്മാണ്. അഹമ്മദ് സേട്ടു ഭായി തുടങ്ങി വെച്ച ജിം ASP ജിമ്മാണ്. അപ്പൊ അത് 15 വർഷമായിട്ടും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പോഴാണ് ചെറുതായിട്ട് ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. ഇതിൽ സ്റ്റുഡന്റ് ആയിട്ട് വന്ന് ബോഡി ബിൽഡിങ് എന്തെന്ന് പോലും അറിയാത്ത ആൾക്കാർ വന്ന് പഠിച്ച് പോയവരാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ജിം ഇട്ടിട്ടുള്ളത്. അല്ലാഹു ഖൈർ, അവർക്ക് പഠിച്ചോൻ ബർക്കത്തായിട്ട്, നമുക്കും പഠിച്ചോൻ ബർക്കത്തായിട്ട്. അപ്പം അതാലോചിച്ച് വിഷമിക്കണ്ട. നമുക്ക് കുറെ പേർക്കുള്ള വിഷമാണ്, അവർക്ക് നമുക്കില്ലാത്ത ചിന്തകളാണ്. നമ്മളാലോചിച്ചുള്ള വിഷമങ്ങളെ സംഭവം എന്താ വെച്ചാല് ജിമ്മിലൊക്കെ വരുമാനം വരും. ജിമ്മിട്ട് കഴിഞ്ഞാൽ അതിലിങ്ങനെ വരുമാനം ഉണ്ടാവും. ഇപ്പോഴുള്ള ജിമ്മിന്റെ നഷ്ടത്തിലാണ്, ജിമ്മുകൾ തന്നെ നഷ്ടത്തിലാണ്, ആൾക്കാരില്ല, സ്റ്റുഡന്റ് ഇല്ല, അങ്ങനെയുള്ള പരിഭവങ്ങളും കാര്യങ്ങളും നമ്മൾ ഓർത്തിട്ടുള്ള വിഷമങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഓരോ പറയാനുള്ളത്, നമ്മൾ ജിമ്മ് തുടങ്ങിയിരിക്കുന്നത് വരുമാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് വലിയൊരു എന്താ പറയാ പണം വാരിയെടുക്കാൻ വേണ്ടിയിട്ടോ അതിനൊന്നുമല്ല. ആക്ച്വലി അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക്കുള്ള ജിമ്മൊക്കെ ഇട്ടിട്ട് നമുക്ക് കണ്ടുമുട്ടിക്കാം. ആൾക്കാരെ എന്താ പറയാ ഇഷ്ടത്തിന് പല തോന്നിയാസങ്ങളും പല അഭ്യാസങ്ങളും കൊണ്ടുവരാൻ അറിയാഞ്ഞിട്ടല്ല. ആക്ച്വലി നമുക്ക് ഇതൊരു പാഷനാണ്. നിങ്ങൾക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം ഇതെന്റെ പാഷനാണ്. സോ എനിക്കതിനെ ഒന്നുകൂടെ ബെറ്റർ ആക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഒരു ജിം ഇടണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പൊ അതിന് ഇങ്ങനെ ഒരു സന്ദർഭം ഒത്തു വന്നപ്പോൾ ഞാൻ പ്രയോജനപ്പെടുത്തിയെന്ന് മാത്രം. ആൻഡ് അപ്പൊ ആരും നമ്മളെ റിസ്കിനെ ഓർത്ത് ആരും വിഷമിക്കേണ്ട. നമുക്ക് ആ വിഷമവും ബേജാറും ഒന്നുമില്ല. ഓക്കെ, നമ്മളത് ആ വരുമാനത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ജിമ്മല്ല ഇത്. നല്ലൊരു നിയത്തിന്റെ പേരിൽ, നിയത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു ജിമ്മാണ്. എന്റെ അറിവിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മായിരിക്കും ഇത്. കുറച്ചും ഹയറാക്കി തട്ടെ. എല്ലാവരും ദുആ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ജിമ്മ് വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ജിമ്മ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അസ്സലാമു. ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും ജിം പ്രവർത്തിക്കുക എന്നാണ് ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നത്. പാട്ടുണ്ടാവില്ല, ഔറത്തുകൾ മറച്ചിരിക്കണം, അതായത് ഹിജാബ് അടക്കം ധരിച്ച് ശരീരം മുഴുവൻ മൂടിയിരിക്കണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഒരവസ്ഥയെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചായിരിക്കില്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയമായിരിക്കുമെന്നും ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ നിയമങ്ങൾ അനുസരിച്ച് മറ്റു മതക്കാർക്കും വേണമെങ്കിൽ ജിമ്മിലേക്ക് വരാമെന്നും ജിമ്മിന്റെ ഉടമ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. ജിം ഉടമയുടെ പശ്ചാത്തലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല. അവിടെ കേവലം വ്യായാമ പരിശീലനം മാത്രമാണോ നടക്കുക എന്നതും സംശയമുണ്ട്. നേരത്തെ നിരോധിത ഭീകര സംഘടനകളായ PFIയും NDFും ജിമ്മുകൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം നടത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ പല ആയുധ പരിശീലകരും ജിം ട്രെയിനർമാരായിരുന്നു. സംസ്ഥാനത്ത് ഇസ്ലാമിസ്റ്റുകൾ അജണ്ടകൾ നടപ്പാക്കി തുടങ്ങിയതിന്റെ അടുത്ത സൂചന കൂടിയാണിത്. ജിമ്മുകളിൽ വർക്കൗട്ടിനായി പ്രത്യേക വസ്ത്രങ്ങളുണ്ട്. അതാണ് സാധാരണയായി ജിമ്മിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ജിഹാദികളുടെ ജിമ്മിൽ പർദ്ദയും ഹിജാബും ധരിച്ചായിരിക്കും വർക്കൗട്ട് ചെയ്യുക. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സമയക്രമവും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാപനം ഏത് രീതിയിൽ നടത്തണമെന്ന് ഉടമയ്ക്ക് തീരുമാനിക്കാമെന്ന് വാദിക്കാമെങ്കിലും ഇത്തരം കേൾവിയില്ലാത്ത കാര്യങ്ങൾ കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെ സൂചന കൂടിയാണ് വെളിവാക്കുന്നത്. അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ പൊതു ഇടങ്ങളിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്തിയിരുന്നു. ഇതിന് സമാനമായി പ്രാകൃത രീതിയിലേക്കാണ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ പോക്ക്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനാണെങ്കിലും ലീഗാണല്ലോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ കേരളത്തിൽ ലീഗ് പറയുന്നതാണല്ലോ നിയമം.
പിന്നെ ഇതൊക്കെ വേണ്ടവർ പോയാൽ മതിയല്ലോ എന്ന് ചിലർ ഈ വീഡിയോ കാണുമ്പോൾ പറയുമായിരിക്കും. അവരോട് പറയാനുള്ളത്, ഇങ്ങനെ വേണ്ടവർ ഇത്തരം നിയമം നോക്കി ജീവിക്കുന്ന പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ വിട്ടോ. ഇത് ഇന്ത്യയാണ്, ഇന്ത്യക്കാരുടെ ഇന്ത്യ. ഇവർക്കൊക്കെ ഇതുവരെ നേരം വെളുത്തില്ലേ എന്നാണ് തോന്നുന്നത്. ഏത് ലോകത്താണ് ഈ കൂട്ടർ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോ. ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ പോലും ജിമ്മുകളൊക്കെ ഹൈടെക് ആകുമ്പോൾ ഇവിടെ ശരീഅത്ത് നിയമം പാലിക്കുന്ന ജിമ്മ് കഷ്ടം തന്നെ. സമാന രീതിയിൽ മറ്റൊരു സംഭവം കൂടി പറയട്ടെ. കേരളത്തിലെ കലാലയങ്ങളിൽ വിഘടനവാദം ശക്തമാക്കാനായിട്ട് മതമൗലികവാദി സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതി. അവരുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനായിട്ടുള്ള SIO ആണ് ഈ പദ്ധതിയുമായിട്ട് വന്നിരിക്കുന്നത്. മൗദൂദി ആശയങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതിനു പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നേതൃപഠന ക്യാമ്പുകൾ നടത്താൻ SIO തയ്യാറെടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന SIO. പഴയതിൽ നിന്നും വിഭിന്നമായി ഭീകര സ്വഭാവവും മതമൗലികവാദവും മതരാഷ്ട്രവാദവും പരസ്യമായി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് പഠന ക്യാമ്പുകളുടെ സ്വഭാവം. ആഗോളതലത്തിൽ കുപ്രസിദ്ധരായ ഇസ്ലാമിക ഭീകര നേതാക്കളുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ പോസ്റ്ററുകളൊക്കെ പ്രചാരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദി, ഗാസയിലെ മതതീവ്രവാദ സംഘടനയായ ഹമാസിന്റെ സ്ഥാപകനായ ഷെയ്ഖ് അഹമ്മദ് യാസിൻ, ഇസ്ലാമിക ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമായ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സ്ഥാപകൻ ഹസനുൽ ബന്ന, ഇസ്ലാമിക തീവ്രവാദം ആളിക്കത്തിക്കുന്നതിന് ഇന്ധനമായ ആശയങ്ങൾ രൂപപ്പെടുത്തിയ സയ്യദ് കുത്തുബ് എന്നിവരുടെ ചിത്രങ്ങളാണ് ഇവർ പോസ്റ്ററിൽ പ്രധാനമായും ചേർത്തിരിക്കുന്നത്. ഇവരുടെ ആശയങ്ങളാണ് പഠന ക്യാമ്പുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ സൂചന കൂടിയാണ് ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൺമുന്നിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ട് കൂടി മുഖ്യമന്ത്രി VD സതീശൻ മൗനം പാലിക്കുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വാങ്ങിയാണല്ലോ UDFന്റെ വിജയം. ഇവരുടെ ഈ വർഗീയ നീക്കങ്ങളിൽ VD സതീശന് ഇപ്പോഴും മറുപടിയില്ല. ജമാഅത്ത് ഇസ്ലാമിയെ മഹത്വൽക്കരിച്ച മുഖ്യമന്ത്രിയുടെ മുൻ നിലപാടുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. UDFന്റെ ഭരണത്തണലിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് സംഘടനാ സംവിധാനവും ആശയപ്രചരണവും സംഘടന വ്യാപിപ്പിക്കുകയാണ്. മതന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ ബലത്തിൽ അധികാരത്തിലെത്തിയ UDF ഭരണത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരിലും അധ്യാപകരിലും കുട്ടികളിലും അങ്ങനെ എല്ലാ മേഖലകളിലും ഇവർ തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുകയാണ്. UDFനെ നയിച്ച VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്നായിരുന്നു സതീശന്റെ വാദം. എന്നാൽ ഇതുവരെ തങ്ങളുടെ അടിസ്ഥാന ആശയമായ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറായിട്ടില്ല. നിഷ്പക്ഷത നടിച്ച് മറ്റു വിദ്യാർത്ഥികളിൽ സ്വാധീനം ഉറപ്പിക്കുകയാണ് ഈ SIOയുടെ ലക്ഷ്യം. മാധ്യമ സംവിധാനങ്ങളും ഇതിനായി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. മൗദൂദിസത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷണശാലയായി സമീപകാല കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെയും ന്യൂജൻസിനെയും ഒക്കെ കയ്യിലെടുത്ത് അതിന്റെ മറവിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മറവിൽ ഹിന്ദുത്വ വിരുദ്ധ പ്രചാരണങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ കൂട്ടർ കേരളത്തെ താലിബാൻ ഭരണത്തിലേക്കാണോ നയിക്കുന്നതെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.